ഇറാൻ കടലിലോട്ടെ ഭൂതങ്ങളെ അഴിച്ചുവിട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. ഈ ഭൂതങ്ങൾ ആരാണല്ലേ? ഹോർമോസ് കടലിടുക്കിലോട്ട് ഇറാൻ അഴിച്ചുവിട്ട ഭൂതങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹോർമോസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധം തകർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തങ്ങളുടെ രഹസ്യ ഗദിയർ ക്ലാസ് മിഡ് ജെറ്റ് അന്തർവാഹിനികൾ വിന്യസിച്ചതായിട്ടാണ് ഇപ്പം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇത് ആഴം കുറഞ്ഞ കടൽ പ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത്. ശത്രു കപ്പലുകൾ ഇറാന്റെ അതിർത്തി കടന്നാൽ അവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്തർവാഹിനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് IRGC എന്നാണ് പറയുന്നത്. ഈ അന്തർവാഹിനികൾക്ക് ആൻറ്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകളോ അല്ലെങ്കിൽ ടോപ്പ് ഗിയർ റഡാറുകൾ ഡ്രോണുകളിൽ വിച്ഛേദിക്കാനുള്ള ശേഷിയും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതാണ് ഇതിനെ മറ്റതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇതിനെപ്പറ്റി ഈ ഒരു അന്തർവാഹിനികളെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് വലിപ്പത്തിൽ വളരെ ചെറിയ സാധനമാണ്. ഇറാൻ്റെതല്ല. ഇറാൻ ഇപ്പോൾ അമേരിക്കനെ പോലത്തെ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല. അമേരിക്കനേക്കാളൊക്കെ എത്രയോ ചെറിയ ഷിപ്പുകളും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ വലിപ്പത്തിൽ എത്രയോ ചെറുതാണെങ്കിലും ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അമേരിക്കയുടെ വലിയ ഒഹിയോ ക്ലാസ് അന്തർവാഹിനി, അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ക്ലാസ് അന്തർവാഹിനികളാണ് ഒഹിയോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അന്തർവാഹിനികളിൽ നിന്നും ഇത് വളരെ വ്യത്യസ്തമാണ്. ഇവ തീരത്തിൽ നിന്നും വളരെ ആഴം കുറഞ്ഞ കടലിടുക്കിലൂടെ പോകാൻ ഇത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സാധനമാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള സാധനമാണ്. ഇറാൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള 10 മുതൽ 15 വരെ അന്തർവാഹിനികൾ ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതിന് മറ്റൊരു പ്രത്യേകത, മൈൻ നിക്ഷേപിക്കാൻ ഈ അന്തർവാഹിനികൾ വളരെ അഗ്രഗണ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് പറയുന്നത്. ഈ അന്തർവാഹിനികൾ ഏറ്റവും വലിയ അപകടം കടലിനടിയിൽ മൈനുകൾ സ്ഥാപിക്കാൻ ഇതിന് കഴിയുന്നതായിരിക്കും. അതുമാത്രമല്ല, ഏതാനും മൈലുകൾ മതി ഹോർമോസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടുത്താൻ. അപ്പോൾ ഇതിന് വളരെ ഈസി ആയിട്ട് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഇനി അത് മാത്രമല്ല, ഇവ വലിപ്പത്തിൽ ചെറുതായതുകൊണ്ട് തന്നെ റഡാറുകൾക്കും മറ്റ് ഇതിനെ ട്രാക്കിംഗ് സിസ്റ്റംസിനും ഇതിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്.